നീ എന്താ ഈ പറയുന്നത്? വീട് മാറി താമസിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? നിന്ന് നിപ്പിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വന്നാ എന്ത് ചെയ്യും ഞാൻ? നമുക്കൊരു സ്വസ്ഥമായ ജീവിതം വേണ്ടേ ഹരിയേട്ടാ? കുറച്ചുനാൾ കഴിയുമ്പോ നമ്മൾ രണ്ടുപേരും മാത്രമാവില്ല, ഒരു കുഞ്ഞുവാവേ ഉണ്ടാവും. കുഞ്ഞുങ്ങൾക്കൊപ്പം സന്തോഷമായി കഴിയണമെങ്കിൽ നമ്മുടേതായ ഒരു ലോകം വേണ്ടേ? അതൊക്കെ ശരിയാണ്. പക്ഷെ പെട്ടെന്ന് എങ്ങനെ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറാൻ പറ്റും? എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഹരിയേട്ട മനസ്സ് വെച്ചാൽ ഒക്കെ നടക്കും. ആദ്യം സ്വന്തമായൊരു വീട് വാങ്ങണമെന്നോ പണിയണമെന്നോ ഒന്നും ഇല്ലല്ലോ. ഒരു വില്ല റെന്റിനെടുത്ത് പെട്ടെന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. പിന്നെ 4-5 മാസം കഴിഞ്ഞിട്ട് സിറ്റിയിലൊരു ഫ്ലാറ്റ് വാങ്ങിയാ പോരെ? അതിനുള്ള പണം ഹരിയേട്ടന്റെ ഷെയർ വാങ്ങണം ഇവിടുന്ന്. നാളെ തന്നെ അത് അമ്മയോട് സംസാരിച്ചാൽ മതി. എത്ര എളുപ്പം പറഞ്ഞു കഴിഞ്ഞു. തലവേദന ഉണ്ടാക്കുന്നൊന്ന് പോയ പോലെ. ഹരിയേട്ടാ, ഈ വീട്ടിൽ നിന്ന് ഉടൻ മാറി താമസിക്കുന്ന കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല. ഇവിടെ ഇപ്പൊ എന്തെങ്കിലും ജോലി കണ്ടെത്തുന്നതിനെ കുറിച്ചും വല്ല ഏർപ്പാടും തുടങ്ങുന്നതിനെ കുറിച്ച് ഓർത്തും ഭ്രാന്തെടുത്ത് നടക്കുക ഞാൻ. അതിൻ്റെ ഇടയിലാ ഓരോ ആവശ്യമില്ലാത്ത വയ്യാവേലി. ആദ്യം ഞാനൊന്ന് നേരെ നിൽക്കട്ടെ വിമലെ, അത് കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും. നീ വാ, വന്ന് കിടക്കാൻ നോക്ക്. ഇല്ല ഹരിയേട്ടാ, കിടക്കലും ഉറങ്ങലും ഒക്കെ ഈ വിമല മാറ്റിവെക്കാൻ പോവാ. ഇവിടുത്തെ അമ്മായിമ്മ മരുമകൾ പോരിലൊരു അവസാനം കണ്ടിട്ടേ ഈ വിമല ഇനി കിടക്കൂ. അമ്മായിയുടെ അവസാനം കണ്ടിട്ട്. വെച്ച് നീട്ടണമെന്ന അഭിപ്രായം എനിക്കില്ല സരോജിനി. പക്ഷെ നമ്മൾ എന്താലോചിച്ചാലും ഹരീന്ദ്രന്റെ നിലപാട് എന്താണെന്നത് പ്രധാന പ്രശ്നമാണ്. വിമലയോട് വളരെ ആത്മാർത്ഥതയാ അവന്. അല്ലെങ്കിൽ നിന്റെയും എന്റെയും വിരോധം സമ്പാദിക്കേണ്ടി വരുമെന്ന് ഉറപ്പായിട്ടും അവൻ അവളെവിടെ താമസിപ്പിക്കുമോ? അതൊക്കെ എനിക്കറിയാം. ഞാൻ വലിയേട്ടനോട് വരാൻ പറഞ്ഞത് മറ്റൊരു കാര്യത്തിനാ. എന്റെ മകന്റെ മനസ്സിൽ വിമലയോട് വെറുപ്പ് തോന്നുന്ന വിധത്തില് എന്തെങ്കിലും ഒന്ന് നടക്കണം ഉടൻ തന്നെ. അതോടെ രണ്ടിനെ 2 പാത്രത്തിലാക്കണം നമുക്ക്. മജിസ്ട്രേറ്റ് ആയിരുന്ന സമയത്ത് ഇതുപോലുള്ള കാര്യങ്ങളില് വലിയേട്ടൻ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടാവില്ലേ? ആ കേസിന് ആധാരമായ സംഭവങ്ങളിൽ നിന്നൊക്കെ ധാരാളം കുനിഷ്ടം കുതന്ത്രങ്ങളും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതിന്ന് ഏതെങ്കിലൊക്കെ ചുരണ്ടിയെടുത്ത് വിമലയെ ഒതുക്കാൻ ഉപയോഗിക്കേ. എന്താ പറ്റില്ല വലിയേട്ടന്? എന്ന് ചോദിച്ചാ പറ്റാത്തതെന്താ? ഹരീന്ദ്രന്റെ ജീവിതത്തിൽ ബാധയായി കൂടിയ ഈ നരിന്ത് പെണ്ണിനെ രാഖി രാമാനെ ഓടിക്കാൻ ഞാനൊരു പ്ലാനൊക്കെ ചെയ്തു തരാം. പക്ഷേ ലക്ഷ്യം കണ്ട് ഹരീന്ദ്രനെ ഫ്രീ ആക്കിയാൽ നീ എനിക്ക് തന്ന വാക്ക് മറക്കരുത്. എന്തു പറയുന്നു? വലിയേട്ടന്റെ മോളെ ഹരിയെ കൊണ്ട് കെട്ടിക്കണമെന്നല്ലേ? അത് തന്നെയല്ലേ എന്റെ സ്വപ്നം. അധികം താമസിയാതെ ആഘോഷായിട്ട് നമുക്കതങ്ങ് നടത്താന്നേ. എങ്കിൽ വിമലയെ ഒഴിവാക്കാനായി ഞാൻ പറയുന്ന കാര്യം നീ അക്ഷരം പ്രതി അനുസരിക്കണം. ആർക്കും സംശയം തോന്നാത്ത ഒരു പദ്ധതി ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തരാം. പക്ഷെ ഒരു കൈപ്പിഴ പോലും വരാതെ നീ സ്വയം നടപ്പിലാക്കേണ്ടി വരും. അല്ലെങ്കിൽ ആപത്താ, തിരിഞ്ഞുകൊത്തും. എന്തു പറഞ്ഞു?